കാസർഗോഡ് മഞ്ചേശ്വരം കടമ്പാറിൽ അധ്യാപികയും ഭർത്താവും വിഷം കഴിച്ച് ജീവനൊടുക്കി. കടമ്പാർ സ്വദേശി അജിത്ത്, ഭാര്യ ശ്വേത എന്നിവരാണ് മരിച്ചത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. പണമിടപാടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായും നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പെയിന്റിംഗ് പോളിഷ് ജോലി ചെയ്യുന്ന അജിത് വോർക്കാടി ബേക്കറി ജംഗ്ഷനിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ശ്വേത എന്നിവരാണ് ജീവനൊടുക്കിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പണമിടപാടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിൽ മനംനൊന്താണ് ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് പരാതി. മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ചോദിക്കുമ്പോൾ, ഇവിടെ ഈ ചുറ്റുവട്ടത്തിൽ ചോദിക്കുമ്പോൾ ഒരു ഫൈനാൻസുകാരുടെ പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ ആ ഫൈനാൻസുകാർ എന്തോ സംസാരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള സിദ്ദീഖാജും ലത്തീഫാജും അവരുടെ കൂടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ സംസാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പൈസയും വേണം അവനും വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭീഷണിയാണ് ഇയാൾ മരിക്കാനുള്ള കാര്യം. അജിത്തും ഭാര്യയും അമ്മ പ്രമീളയുമാണ് വീട്ടിൽ താമസം. തിങ്കളാഴ്ച ശ്വേതയും അജിത്തും 3 വയസ്സുള്ള മകനെയും കൂട്ടി ബന്ദിയോടുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയിരുന്നു. ഒരിടം വരെ പോകാനുണ്ടെന്നും അതുവരെ മകനെ നോക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരുവരും അവിടെ നിന്ന് മടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം വിഷം കഴിക്കുകയായിരുന്നു. അമ്മ പ്രമീള ഈ സമയം ജോലി സ്ഥലത്തായിരുന്നു. സമീപവാസികളാണ് വീട്ടുമുറ്റത്ത് വീണ് കിടക്കുന്ന നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. ഹൊസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.